ഹലോ, അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂർ പോകുന്ന വീഡിയോ ആണ്. 2 ഇയേഴ്സ് വർക്ക് ഫ്രം ഹോമിന് ശേഷം ഞാൻ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്യാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് സങ്കടത്തിലാണ്. ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്. തലേന്ന് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്ത സെപ്റ്റംബറിലാണെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ജനുവരിയിലാണ്. എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സെഡാക്കി എന്താ പറയാള്? എന്താ പറയണ്ട? ദുബായ് പറ. അടുത്തൊന്നും വരണ്ടെന്ന് ഞാനത് പറഞ്ഞു. എന്താ പറയാള്? അമ്മക്ക് പറയാനുള്ളത് പെട്ടെന്നൊന്നും വരണ്ട. രാവിലെ 8 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു 4 മണിയായപ്പോഴേക്കും ഇറങ്ങി. അനിയനും അതുപോലെ സഞ്ജുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. രാവിലെ ഒരു 6 മണിയായപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും ആകെ വിശന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കടയിൽ കയറി നൂൽപുട്ടും വെജ് കുറുമയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ ഹാപ്പി ആയി, കാരണം നമ്മുടെ രണ്ടാളുടെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. കുറേ കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണിത്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്ന ആൾ ഞാനാണ്. സോ എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോഴുള്ള വീഡിയോസ് എടുക്കണം, എല്ലാം വീഡിയോസ് അപ്പം തന്നെ അയച്ചു തരണം എന്നൊക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ തുരുതുര ഫോണിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നെപ്പോലെ തന്നെ ആയിരുന്നു കേട്ടോ സഞ്ജുവാനും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കാണിച്ചിട്ടുള്ളൂ. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ഉള്ളിൽ ഒതുക്കി അടക്കി പിടിച്ച് നടക്കുമായിരുന്നു. കുറേ കാലമായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്കറിയാം ഇതത്ര വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളത്, പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് എനിക്ക്. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. അറ്റ് ലാസ്റ്റ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പേടിയുണ്ടായിരുന്നു. പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും. നമ്മുടെ എയർ ഹോസ്റ്റസൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇതാ പറക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ എത്തി ഗൈസ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം ഞാൻ മറന്നുപോയി അവിടെ എത്തിയപ്പോഴേക്കും. ഇപ്പോൾ ഞങ്ങൾ PGയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂക്ക് ഫീൽഡാണ് എൻ്റെ PG. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, ടാറ്റാ.